നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി കെ നാസർ കാഞ്ഞങ്ങാട്. പ്രവാസികൾ ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസഡർമാരാണെന്നും അതുകൊണ്ടാണ് താൻ നിങ്ങളെ രാഷ്ട്രദൂതർ എന്ന് വിളിക്കുന്നതെന്നും പല ഭാഷകളിലാണെങ്കിലും നാമെല്ലാം ഇന്ത്യക്കാരാണെന്നും ഒന്നാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ന്യൂയോർക്കിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകത്തെ സംബന്ധിച്ചിടത്തോളം AI എന്നാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണെന്നും എന്നാൽ തനിക്കിത് അമേരിക്കയുടെയും ഇന്ത്യയുടെയും ഒത്തൊരുമ കൂടിയാണെന്നും ഇതാണ് ലോകത്തിൻ്റെ പുതിയ AI ശക്തിയെന്നും അദ്ദേഹം പറഞ്ഞു. തൃശൂർ പൂരം അലങ്കോലമാക്കിയതിൽ ബാഹ്യശക്തികളുടെ ഇടപെടലോ ഗൂഢാലോചനയോ ഇല്ലെന്ന് ADGP MR അജിത് കുമാറിൻ്റെ റിപ്പോർട്ട്. സംഭവിച്ചത് സിറ്റി പോലീസ് കമ്മീഷണർ അജിത് അശോകിന് ഏകോപനത്തിലുണ്ടായ പാളിച്ച മാത്രമാണെന്ന് ADGP സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. കോടതി വിധി പ്രകാരം സുരക്ഷ ശക്തമാക്കിയപ്പോഴാണ് പ്രശ്നം തുടങ്ങിയതെന്നും പൂരം പൂർത്തിയാക്കാൻ ദേവസ്വങ്ങളും സമ്മതിച്ചില്ലെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ചിത്രങ്ങളും ദൃശ്യങ്ങളും അടക്കം 1600-ലധികം പേജുള്ള റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവി ഇന്ന് സർക്കാരിന് കൈമാറും. തൃശൂർ പൂരം കലക്കിയതിൽ ഗൂഢാലോചനയുണ്ടെന്ന് CPI നേതാവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തൃശൂർ ലോക്സഭാ സ്ഥാനാർത്ഥിയുമായ VS സുനിൽകുമാർ പറഞ്ഞു. ബാഹ്യ ഇടപെടൽ ഇല്ലെന്ന റിപ്പോർട്ട് അംഗീകരിക്കാനാവില്ലെന്നും പൂരം അലങ്കോലമായതിൽ ബന്ധപ്പെട്ട ആളുകൾക്ക് കൈകഴുകാനാവില്ലെന്നും സുനിൽകുമാർ പറഞ്ഞു. ADGPയുടെ റിപ്പോർട്ട് അംഗീകരിക്കാനാവില്ലെന്ന് കോൺഗ്രസ് നേതാവും ഐക്യജനാധിപത്യ മുന്നണിയുടെ തൃശൂർ ലോക്സഭാ സ്ഥാനാർത്ഥിയുമായ K മുരളീധരൻ വ്യക്തമാക്കി. ഇപ്പോൾ നൽകിയ റിപ്പോർട്ടിന് വിശ്വാസ്യതയില്ലെന്നും ജുഡീഷ്യൽ അന്വേഷണം തന്നെയാണ് ആവശ്യമെന്നും എന്തിനാണ് മുഖ്യമന്ത്രിക്ക് ഇത്ര വാശിയെന്നും മുരളീധരൻ ചോദിച്ചു. നിലമ്പൂർ MLA PV അൻവറിനെതിരെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ അൻവറിനെതിരെ രൂക്ഷ വിമർശനമുയർത്തിയതിന് പിന്നാലെ പാർട്ടിയെയും മുന്നണിയെയും ദുർബലപ്പെടുത്തുന്ന നടപടിയാണ് അൻവറിൻ്റെ ഭാഗത്തിൽ നിന്നുണ്ടാകുന്നതെന്നും പരസ്യ പ്രതികരണങ്ങളിൽ നിന്ന് പിന്മാറണമെന്നും CPM അഭ്യർത്ഥിച്ചു. PV അൻവറിനോട് ഒരു തരത്തിലും യോജിപ്പില്ലെന്നും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. PV അൻവറിനെ വിമർശിച്ച് CPM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ. PV അൻവർ പാർട്ടിയെയും സർക്കാരിനെയും ദുർബലപ്പെടുത്തിയെന്നും അൻവറിൻ്റെ പ്രസ്താവനകൾ ശത്രുക്കൾക്ക് ആഹ്ലാദിക്കാൻ വകയുണ്ടാക്കിയെന്നും A വിജയരാഘവൻ വിമർശിച്ചു. PV അൻവറിനെ ഏറ്റെടുക്കാനില്ലെന്ന് UDF. രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണമെന്ന് പറഞ്ഞ നേതാവിനെ ഒരിക്കലും വേണ്ടെന്ന് UDF കൺവീനർ MMSN പറഞ്ഞു. അൻവറിന് രാഷ്ട്രീയ അഭയം നൽകേണ്ട ആവശ്യമില്ലെന്നും MMSN വിശദമാക്കി. അൻവറിനെ സ്വീകരിക്കുമോ എന്ന ചോദ്യം തന്നെ അപ്രസക്തമാണെന്ന് കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചത്. കുലംകുത്തിയായ PV അൻവറിന് CPM സംസ്ഥാന സെക്രട്ടറി വധശിക്ഷ വിധിച്ചിരിക്കുകയാണെന്ന് ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞു. പാർട്ടിയെ ആരാച്ചാർ കഴുത്തിൽ കുരുക്കിടുന്നതിന് മുമ്പ് CPM എന്ന തടവറയിൽ നിന്നും പുറത്തു ചാടുന്നതാണ് അൻവറിന് ഉചിതമെന്നും കോൺഗ്രസോ മുസ്ലിം ലീഗോ അൻവറിനെ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും സാമ്പത്തിക ശേഷിയുള്ള ബിസിനസ്സുകാരനായ അൻവറിന് പട്ടിണി കിടക്കേണ്ടി വരില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മുഴുവൻ സമയ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ലെന്നും പറയുന്ന കാര്യം പാർട്ടിയെ ബാധിക്കുമോ എന്ന് PV അൻവർ ആലോചിക്കണമെന്നും DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് AA റഹീം പറഞ്ഞു. ഒരു തെറ്റിനും ഇടതുപക്ഷം കൂട്ടുനിൽക്കില്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കെതിരെ വരെ തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന തരത്തിൽ അൻവർ ആരോപണം ഉന്നയിക്കുന്ന രീതി അംഗീകരിക്കാനാവില്ലെന്നും AA റഹീം പറഞ്ഞു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ പരസ്യ താക്കീതിന് പിന്നാലെ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ച് PV അൻവർ MLA. പാർട്ടിയിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും നീതി ലഭിക്കുമെന്നും എന്ന ഉറപ്പുണ്ടെന്നും പാർട്ടിയാണ് എല്ലാത്തിനും മുകളിലെന്നും ആയതിനാൽ പരസ്യ പ്രസ്താവന ഈ നിമിഷം മുതൽ താൻ താൽക്കാലികമായി അവസാനിപ്പിക്കുകയാണെന്നും അൻവർ ഫേസ്ബുക്കിലൂടെ അറിയിച്ചു. അതേസമയം പോലീസിലെ ചിലർ പുഴുക്കുത്തുകൾക്കെതിരെയാണ് താൻ ശബ്ദമുയർത്തിയതെന്നും അക്കാര്യം ലവലേശം കുറ്റബോധമില്ലെന്നും പിന്നോട്ടുമില്ലെന്നും അൻവർ വ്യക്തമാക്കി. സ്വർണ്ണക്കടത്ത് സംഘവുമായി ചേർന്ന് ചിലർ പോലീസിനെതിരെ ഗൂഢാലോചന നടത്തിയെന്നും ഇതിനു ചില പോലീസുകാരുടെ സഹായം ലഭിച്ചെന്നും ഇൻ്റലിജൻസ് റിപ്പോർട്ട്. സ്വർണ്ണക്കടത്ത് പിടികൂടുന്നതിൽ വിട്ടുവീഴ്ചയില്ലെന്നും പോലീസിനെ നിർവാര്യമാക്കുന്ന നടപടിയുണ്ടാകില്ലെന്നും വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് ഈ റിപ്പോർട്ടുകളുടെ കൂടി അടിസ്ഥാനത്തിലാണ്. സേനയ്ക്കെതിരെ നടന്ന നീക്കങ്ങളിലെല്ലാം കേസെടുത്ത് അന്വേഷിക്കാനും പോലീസിൻ്റെ ഉന്നതതല യോഗത്തിൽ തീരുമാനമായെന്നും റിപ്പോർട്ടുകൾ.
മണ്ണിടിഞ്ഞ് കാണാതായ അർജുനടക്കമുള്ളവർക്കായുള്ള തെരച്ചിൽ നടക്കുന്ന ഷിരൂരിൽ നിന്ന് മടങ്ങുന്നുവെന്ന് പ്രാദേശിക മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ അറിയിച്ചു. പോലീസ് താൻ ഗംഗാവാലി പുഴയിലിറങ്ങി പരിശോധിക്കുന്നത് തടയുകയാണെന്നും അതിനാൽ മടങ്ങുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. അധികം ഹീറോ ആകേണ്ടെന്നാണ് പോലീസ് തന്നോട് പറഞ്ഞുവെന്നും തെരച്ചിൽ വിവരങ്ങൾ ആരോടും പറയരുതെന്നാണ് ആവശ്യപ്പെടുന്നതെന്നും ഇനി ജില്ലാ ഭരണകൂടം കത്തിലൂടെ ആവശ്യപ്പെട്ടാൽ മാത്രമേ വരികയുള്ളൂവെന്നും ഈശ്വർ മാൽപേ വ്യക്തമാക്കി. ഷിരൂരിൽ ഇപ്പോൾ നടക്കുന്ന തെരച്ചിൽ വിവാദങ്ങൾ പാടില്ലെന്നും ഈശ്വർ മാൽപയുടെ ജീവന് ഭീഷണിയാകുന്ന തരത്തിലുള്ള തെരച്ചിൽ വേണ്ടെന്നും അർജുൻ്റെ സഹോദരി അഞ്ജു പറഞ്ഞു. അർജുനടക്കം 3 പേർക്കായുള്ള തെരച്ചിൽ നടക്കുന്ന ഷിരൂരിൽ നിന്ന് മടങ്ങുന്നുവെന്ന് പ്രാദേശിക മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് അഞ്ജുവിൻ്റെ പ്രതികരണം. അർജുനടക്കം 3 പേർക്കായി ഷിരൂരിൽ മണ്ണിടിച്ചിൽ മേഖലയിൽ നടക്കുന്ന ഡ്രഡ്ജിംഗ് ഉപയോഗിച്ചുള്ള പരിശോധന ഉടൻ അവസാനിപ്പിക്കില്ലെന്ന് കാർവാർ MLA സതീഷ് സെയിൽ പറഞ്ഞു. ഡ്രഡ്ജിംഗ് എത്ര ദിവസം വേണമെങ്കിലും തുടരാനാണ് തീരുമാനം. റിട്ടയർ മേജർ ജനറൽ ഇന്ദ്രപാൽ ഷിരൂരിൽ ഇന്നെത്തുമെന്നും തുടർന്ന് തെരച്ചിൽ പുരോഗതി ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈശ്വർ മാൽപയോട് മുങ്ങൽ പരിശോധന നിർത്താൻ ആവശ്യപ്പെട്ടില്ലെന്നും ഡ്രഡ്ജിംഗ് സമയത്ത് മുങ്ങരുത് എന്ന് മാത്രമാണ് പറഞ്ഞതെന്നും ഡ്രഡ്ജിംഗ് സമയത്ത് മുങ്ങിയുള്ള പരിശോധന അപകടകരമായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നും ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ പറഞ്ഞു. ഇന്ന് നാവികസേന ഷിരൂരിലെത്തുമെന്നും നേവിയുടെ സോണാർ പരിശോധനയിൽ സപ്പോർട്ട് ചെയ്ത സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധന തുടരുമെന്നും ലക്ഷ്മിപ്രിയ വ്യക്തമാക്കി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കൂടുതൽ വിവരങ്ങൾ തേടാൻ ദേശീയ വനിതാ കമ്മീഷൻ കേരളത്തിലെത്തും. കേരളത്തിലെത്തി അതിജീവിതകളുടെ മൊഴിയെടുത്ത ശേഷം തുടർ നടപടികൾ ആലോചിക്കുമെന്ന് കമ്മീഷൻ അംഗങ്ങൾ അറിയിച്ചു. വിഷയം പഠിക്കാൻ വനിതാ കമ്മീഷൻ പ്രത്യേക കമ്മിറ്റിയും രൂപീകരിക്കും. ആലപ്പുഴയിലെ സംസ്ഥാന ക്രൈംബ്രാഞ്ച് DYSP V രാജീവനെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പോലീസ് മേധാവി സർവീസിൽ നിന്ന് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. ഡ്യൂട്ടിയിൽ അച്ചടക്കമില്ലായ്മ, അമിത മദ്യപാനം, ജോലിയിൽ നിന്ന് അനധികൃതമായി വിട്ടുനിൽക്കൽ, കേസന്വേഷണത്തിൽ വീഴ്ച വരുത്തൽ എന്നിവ ചൂണ്ടിക്കാണിച്ചാണ് നടപടി. ചക്രവാത ചുഴി രൂപപ്പെട്ട സാഹചര്യത്തിൽ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുള്ളതിനാൽ സംസ്ഥാനത്തെ മഴ സാഹചര്യം വീണ്ടും ശക്തമാവുന്നു. ഈ സാഹചര്യത്തിൽ ഇന്ന് എറണാകുളം, ഇടുക്കി, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും നാളെ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.